ഏഞ്ചലിനെ വരുത്താനുള്ള മന്ത്രം ഇതിലെഴുതാല്ലേ? 1 2 च 1 2 चालस्य महामन्त्रस्य आगच्छ आगच्छ മാലാഖേ വാ, ഏഞ്ചലേ വാ. മാലാഖേ വാ, ഏഞ്ചലേ വാ, വാ ഏഞ്ചലേ വാ. മോനെന്താ നോക്കിയിരിക്കുന്നേ? ഞാനേ ഏഞ്ചലിനെ വരുത്താനുള്ള മന്ത്രം ഇപ്പൊ എഴുതി. ഇപ്പൊ ഏഞ്ചല് വരും. അച്ഛനമ്മ പോ, കുട്ടനില്ലാതെ ആരും എന്നാലും ഏഞ്ചല് വരില്ല. പോ 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 പ്ലീസ്. അല്ല സിദ്ധുട്ടാ, പ്ലീസ് അമ്മ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവിടെ പോയി ഒന്ന് വിളിച്ചോളാം. വാ മാലാഖേ, മാലാഖേ വാ. എന്താ ജാനകി? നോക്കമ്മേ, അവൻ ഏഞ്ചലിനെ വിളിക്കാം. മാലാഖേ വാ, ഏഞ്ചലേ വാ. എന്നമ്മ ഇവന്റെ അസുഖമൊക്കെ ഒന്ന് മാറുക. ഒന്നില്ലല്ലോ. കണ്ട, ഇവരൊക്കെ ഇവിടെ നിക്കണോണ്ട് ഏഞ്ചല് വരാത്ത. അപ്പുറത്ത് പോയി നോക്കാം. മോനെ, മോനെ എങ്ങോട്ടാ ഈ ഓടുന്നേ? മാലാഖ കാണാൻ. മാജിക് ബാങ്കിലും പിടിച്ച് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് മാലാഖ വേന്ന് വരും. നിങ്ങളൊക്കെ ഇവിടെ നിക്കണോണ്ടാ മാലാഖ വരാത്ത. അതുകൊണ്ട് കുട്ടനെ അപ്പുറത്ത് പോയിട്ട് മാലാഖ നോക്കാൻ പോവാ. പോട്ടെ. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതെ, അവന്റെ അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ മാറും. അതിനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ അവനെ അവന്റെ സന്തോഷത്തിന് വിടുക. അസുഖം ഭേദമാകാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യമാണ് മനസ്സിന്റെ സന്തോഷം. ഇപ്പൊ അവന്റെ മനസ്സിലുള്ള ഒരു ഏഞ്ചലാണ് അവന്റെ സന്തോഷം. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒന്നും കാണുന്നില്ലല്ലോ, ഒന്നും വന്നില്ല, ഇവിടെയും വന്നില്ല ഏഞ്ചല്. ഇനിമേൽ ഇവിടെയും വന്നോ? വെറുതെ അല്ലേ ഇങ്ങോട്ട് ഏഞ്ചല് വരാത്ത. ഇപ്പൊ എവിടെ പോയെന്ന് വിളിക്കാം. വേറെ ഐഡിയ ഉണ്ട്. ഇനി അവന്റെ പിന്നിൽ പോവണ്ട. അവനെ അവന്റെ സന്തോഷത്തിന് വിട്ടേക്ക്. വാ മാലാഖേ വാ. വാ മാലാഖേ വാ. വാ ഏഞ്ചലേ. അയ്യോ അയ്യോ.
ആ എന്തായി? സ്വർണ്ണമേ കണ്ടോ? കാര്യം പറഞ്ഞോ? ആരാ കൂടെ പോയത്? കാര്യം സാധിക്കാതെ വരുവോ? അവരുടെ വിരട്ടലൊക്കെ ചേച്ചിയോട് നടക്കും. ചേച്ചി ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിലേ ഉരുട്ടി പെരുട്ടി അവരിങ്ങോട്ട് പറഞ്ഞയച്ചേനെ. അതിനല്ലേ ഞാൻ എസ്കോട്ട് പോയത്. കാശും പലിശയും തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അവരുടെ വിധം അങ്ങ് മാറി. ചാടി പുറപ്പെട്ട് വന്നില്ലേ. പിന്നെ ഇവളുള്ളോണ്ട് രക്ഷപ്പെട്ടു. അവരെ തിരിച്ചൊരു വരട്ട്. ആഹാ, എന്നിട്ട് അവർ സമ്മതിച്ചു? എവിടെ? അവരെന്നെ മരുമോളാക്കി അടങ്ങും എന്നുള്ള വാശിയില്ല മുത്തശ്ശ. അവര് കുഴപ്പമില്ല. ഇതറിഞ്ഞ ആ ഭദ്രൻ എങ്ങനെ പ്രതികരിക്കുന്ന എന്റെ പേടി. ഇങ്ങോട്ടെങ്ങാനും കേറി വരുമോ? വന്നാലേ അവന്റെ മുട്ടുകൾ ഞാൻ തല്ലി ഓടിക്കും. ആര്? നീയോ? നിനക്കൊന്നും അവനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. അവന്റെ പേരിൽ എത്ര കേസുണ്ടെന്നറിയോ? ഓ, ഇപ്പൊ ഭദ്രന്റെ ക്ലീൻ ഇമേജ് ഒക്കെ അങ്ങ് മാറിയോ? ആന്റി, ആദ്യം ഒന്ന് ഉറപ്പിക്കും. കെട്ടിക്കാൻ വേണ്ടി ഭദ്രൻ നല്ലവനായി. ഇപ്പോഴോ കുഴപ്പക്കാരനും. എടി നീയൊക്കെ എന്ത് വിചാരിച്ചു? നീയൊക്കെ ചെന്ന് പലിശയും മുതലും തീർത്തു കൊടുത്താ കല്യാണത്തിൽ നിന്ന് അവര് പിന്മാറൂന്ന് വിചാരിച്ചോ? നീ ഇവളെയും കൂട്ടി അവിടെ പോയത് തന്നെ തെറ്റ്. സ്വർണ്ണമ്മയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാനൊക്കെ നീ ആയോ? 2 നരുന്തുകളെ പറഞ്ഞു വിട്ട പ്രശ്നം തീരുമെന്ന് അച്ഛനും വിചാരിച്ചോ? കൊള്ളാം. ഇനി എന്തൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം? ഇതിന്റെ ഇടയ്ക്ക് നിന്ന് ഞാൻ ഇനി എന്ത് ചെയ്യും? ആ ശരി, സമ്മതിച്ചു. കുറച്ചു മുമ്പ് അവിടെ നടന്ന കാര്യങ്ങളെ ആന്റി എങ്ങനെ അറിഞ്ഞു? ആന്റി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? പഠിക്കല് ചെരുപ്പ് കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയതാ, പരിചയമുള്ളതുപോലെ. അത് പിന്നെ സ്വർണ്ണമ്മ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. പൈസയൊക്കെ തീർത്ത് തരും, പക്ഷെ കല്യാണം നടക്കില്ലെന്നു. അല്ല മക്കളെ, ഇവളവിടെ പോയി, അതെനിക്ക് ഉറപ്പാ. നിങ്ങൾ വരുന്നതിന് കുറച്ചു മുമ്പ് ഇവള് വെടി കൊണ്ട് വന്നിയെ പോലെ കയറി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായതാ എന്തോ ഒപ്പിച്ചും കൊണ്ടുള്ള വരവാണെന്ന്. നീ നേരത്തെ വഴക്കിട്ടപ്പോൾ പറഞ്ഞില്ലേ ഇവരും നിങ്ങൾ തമ്മിൽ വേർതിരിവുണ്ടെന്ന്? അത് ശരിയാണെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യമായി. നീ ഈ കുടുംബത്തിന്റെ ഭാഗമോ അതോ സ്വർണ്ണമ്മയുടെ രഹസ്യകാരിയോ? ഞാൻ നോക്കിട്ട് വരാം. എടി ദേവിക, ദേവിക, എടി ദേവിക, ഇറങ്ങി മണി. എടീ, നീയൊക്കെ കൂടി എന്റെ വീട്ടിൽ കയറി വന്ന എന്റെ അമ്മയോട് മര്യാദ ഇല്ലാതെ സംസാരിച്ചെന്ന് ഞാൻ അറിഞ്ഞു. മുന്നും പിന്നെ നോക്കാത്തവനായി ഭദ്രൻ, അറിയാലോ. കടം വാങ്ങിയ പലിശയുടെ പൈസ ഞങ്ങൾ കൃത്യമായിട്ട് അവിടെ എത്തിക്കുന്നുണ്ട്. പിന്നെ കാശ് എന്നതിന്റെ പ്രോമിസറി നോട്ട് കൂടാതെ ഈ വീടിന്റെ പ്രമാണവും ഞങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? അല്ലെങ്കിൽ ആർക്ക് വേണം ഈ തീപ്പെട്ടിക്കൂടിന്റെ പ്രമാണം? അത് ഈ മൊട്ടക്കൊന്നില്. അല്ലെങ്കിലും കൊടുത്ത കാശ് തിരിച്ചു പിടിക്കാൻ എനിക്കൊരു പുല്ല് രേഖയും വേണ്ട. പിന്നെ ഇവളെ എനിക്ക് കെട്ടിച്ചേരാന്നും പറഞ്ഞിട്ടേ ദേ ഈ പെണ്ണുമ്പിള്ള എന്റെ കയ്യിൽ നിന്ന് എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. സംശയോടെ ചോദിച്ചു നോക്ക്.
പെണ്ണിനെ തരാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ കൊണ്ടുപോകാൻ ഈ ഭദ്രൻ അറിയാം. അതെ, മോറയും മൂക്കയറില്ലാത്ത കാളെ പിടിച്ച് അറുത്തു കൊടുക്കുന്നവനായി ഭദ്രൻ. ദേ, ഒരാഴ്ച സമയം തരും ഞാൻ എല്ലാത്തിനും. അതിനകം തരാനുള്ള കാശ് എനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കമത്തിയിട്ട് കൊണ്ടുപോകും ഞാനിവിടെ. കൊണ്ടുപോകുന്നു ഭദ്രൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും. മോളെ, മുത്തശ്ശ, മുത്തശ്ശ. സ്വാമിയച്ച, എന്താ എന്റെ മോന് സംഭവിച്ചത്? അവൻ എന്താ ഇങ്ങനെ കിടക്കുന്നേ? എന്റെ മോൻ അവനെന്താ പറ്റിയ സ്വാമിയച്ച? അത് പറയേണ്ടത് നിങ്ങളാ. ആരാ മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്നേ? ഞാൻ അല്ല, ഞങ്ങളാ സ്വാമിയച്ച. പറയുന്ന സമയത്ത് തന്നെ മരുന്ന് കൊടുക്കുന്നേ. എങ്ങനെയാ സംഭവിച്ചതെന്നറിയില്ല. ഏതായാലും ഇവിടുന്ന് കൊടുത്ത മരുന്നല്ലാതെ എന്തോ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. മരുന്ന് വല്ലതും മാറിക്കൊടുത്തോ? ഇവിടുന്ന് തന്ന മരുന്നല്ലാതെ? ഇല്ല സ്വാമിയച്ച, ഇവിടുന്ന് തന്ന മരുന്ന് എന്നാ കൊടുക്കുന്നേ? ഒന്നും തെറ്റിയിട്ടില്ല. അല്ല, എങ്ങനെയോ കുട്ടിയുടെ ഉള്ളില് ദോഷമുള്ള എന്തോ ചെന്നിട്ടുണ്ട്. നാടി പിടിച്ച് നോക്കുമ്പോ എനിക്കത് മനസ്സിലാവും. പേഷ്യന്റിന് നല്ല മയക്കമുണ്ട്. മരുന്ന് മാറിയാലോ പച്ചം തെറ്റിയാലോ എനിക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് കൃത്യമായൊരു ഉത്തരം തരാൻ പറ്റാത്ത സ്ഥിതിക്ക് 3-4 ദിവസം ഇയാൾ ഇവിടെ കിടക്കട്ടെ. വേഗം ഒരു മുറി തയ്യാറാക്കൂ. ഇവിടുന്ന് നേരിട്ട് കൊടുക്കുമ്പോൾ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, പേഷ്യന്റിനായാലും രക്ഷിതാക്കൾക്കായാലും ആദ്യം വേണ്ടത് ചികിത്സയിലുള്ള വിശ്വാസമാണ്. യു പ്ലീസ് ട്രസ്റ്റ് മീ. ഇവന് പരിപൂർണ ആരോഗ്യത്തോടെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. പക്ഷേ പഥ്യം തെറ്റിക്കാൻ പാടില്ല. സ്വാമിയച്ചന് ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഇവൻ ഇവിടെ തന്നെ കിടക്കട്ടെ. വല്ല ഞാനോ ജാനകിയോ ഒപ്പം നിൽക്കണമെങ്കിൽ നിൽക്കാം. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ പൊക്കോളൂ. കുട്ടിയെ കാണാൻ തോന്നുമ്പോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. സ്വാമിയച്ച, ഞങ്ങള് ഭക്ഷണം ഇവിടെ എത്തിക്കണോ? അതിന്റെ ആവശ്യമില്ല. ഇവിടെ അഡ്മിറ്റ് ആകുന്ന രോഗികൾക്കുള്ള ഭക്ഷണം ഇവിടുന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. ആ, നമ്മൾ കൊടുത്ത മരുന്ന് ഇപ്പൊ ഫലം ചെയ്ത് കാണണം. ഇപ്പോ അവൻ ആശുപത്രി അടിച്ചു പൊളിക്കും. സാമ്യച്ചൻ മിക്കവാറും അവനെ അടിച്ച് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അയാളെ ചികിത്സിച്ച് സിദ്ധുവിന്റെ അസുഖം ഭേദമാക്കോ? വെറുതെ ഇങ്ങനെ മണ്ടത്തരം പറയാതെ. അങ്ങനെ അങ്ങോട്ട് കൊണ്ടു ചെന്ന പറഞ്ഞ് ഭേദമാക്കാൻ പറ്റുമോ? ഈ ഹരിദാസിന്റെ പ്ലാനുകളൊന്നും ഇതുവരെ ചീറ്റിപ്പോയിട്ടില്ല. ഇന്ന് രാത്രിയും ആ മരുന്ന് കലക്കി കൊടുക്കണം. ആ സ്വാമിയച്ചൻ നമ്മൾ കൊടുത്തത് എന്താണെന്നെങ്ങനെ കണ്ടുപിടിക്കുവോ? എവിടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പോലും ആ ഒറ്റ മൂല് കണ്ടുപിടിക്കാൻ ആരെക്കൊണ്ടും പറ്റുകയില്ല. അവര് വരുന്നുണ്ട്. നിന്റെ പെരുമാറ്റത്തിൽ അവർക്ക് ഒരു സംശയവും തോന്നരുത്. എന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. ആ, അമ്മനെ കാണുന്നില്ലല്ലോ. എന്തോ പന്തികേടുണ്ട്. നീ വാ, ചോദിക്കാം. അല്ല ഏട്ടാ, സിദ്ധാർത്ഥനോടെ? ഒന്നും പറയണ്ട. ആ സ്വാമിയച്ചൻ ആകെ ചൂടില്ല. നമ്മളെന്തോ മരുന്ന് മാറി കൊടുത്തുപോയി. അയ്യോ, അതുകൊണ്ട് ഇവിടെ നിർത്താൻ അയാൾക്ക് വിശ്വാസം പോരാ. ഒരാഴ്ച അവിടെ തന്നെ കിടത്തി ചികിത്സിക്കാന്നാ പറയുന്നത്.
ഏട്ടത്തി ആ സ്വാമി പറഞ്ഞതിന്റെ വിഷമത്തിലായിരിക്കും അല്ലേ ഒന്നും മിണ്ടാതെ പോയത്. നമ്മൾ നമ്മുടെ കൊച്ചിന് മരുന്ന് മാറ്റി കൊടുക്കൂ. എന്തൊക്കെ അസംബന്ധം ഈ സാമ്യച്ചൻ പറയുന്നേ. ആ ഞാനൊന്ന് കിടക്കട്ടെ, വല്ലാത്തൊരു തലവേദന. ശരി. എടീ, ആ സാമ്യച്ചൻ നമ്മൾ വിചാരിച്ച പോലത്തെ ആളല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല അയാള് ചിലപ്പോ കണ്ടുപിടിക്കുമെന്ന്. ഏട്ടത്തിയൊന്നും നോക്ക് പോലും ചെയ്യാതെ പോയി. ഇനി വല്ല സംശയം തോന്നിക്കാണോ? മാങ്ങാത്തലി, എടീ, ഒരു ലാബിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ രക്തത്തിൽ അലിഞ്ഞിരുന്ന ഒരു ഒറ്റമൂലിയാ അത്. എന്നാലും അയാളത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. ഇനി ആ മരുന്ന് എങ്ങനെ കൊടുക്കാൻ പറ്റും? ആ, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താവുന്നേ. ഏതായാലും നീ ഏട്ടത്തിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നമ്മളിങ്ങനെ മാറിയെന്നാലും അവർ കൂടുതൽ സംശയിക്കുകയുള്ളൂ. ചെല്ലു പോ. ചെറുക്കനെ ഒന്ന് ഒതുക്കിക്കൊണ്ട് വരുമ്പം ഏതെങ്കിലും രൂപത്തിൽ വരും ഓരോരോ മാരണങ്ങൾ. അവനെ അങ്ങ് തട്ടിയാലോ? ഓ വേണ്ട വേണ്ട, അതൊക്കെ അതിനേക്കാളും വലിയ പണിയാകും. എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാം. കിട്ടും, കിട്ടാതിരിക്കില്ല. ഹലോ, ഞാനോട് ലേറ്റ് ആയില്ലല്ലോ. പറഞ്ഞ സമയം പറഞ്ഞ സ്ഥലത്ത് ഞാനെത്തി. എന്നിട്ടെന്താ ഒരു പിണക്കം? അല്ല, തനിക്കെന്തു പറ്റി? എന്താ മൂടോടിന് കാരണം? ഞാനേ തനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വാങ്ങിച്ചാലും. താങ്ക് യു. ഇഷ്ടായോ? ഇഷ്ടായി. നല്ല കളർ സെൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്താണ് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരാനൊക്കെ തോന്നിയത്? ആളൊരു പിണക്കപ്പെട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് കൊടുത്താലും ഹാപ്പി ആവുന്നതെന്ന് ചിന്തിച്ചു. അപ്പോൾ കിട്ടിയ ഐഡിയ എന്തായാലും രക്ഷപ്പെട്ടു. കൊള്ളാം. ഇത് 2 സൽവാർ സെറ്റുകൾ വാങ്ങിയതിന്റെ ബില്ലുണ്ടല്ലോ. എവിടെ രണ്ടാമത്തേത്? അത് ആർക്കാ കൊടുത്ത? പറ, ആർക്ക് വേണ്ടി അത് വാങ്ങിയത്? അത് ഞാൻ ശരിക്കും മറ്റൊരാൾക്ക് ഡ്രസ്സ് വാങ്ങാനാ കടയിൽ പോയത്. ആ ആളും കൂടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ആ കുട്ടി ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴാ ഇത് കണ്ടത്. ഇത് തനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നി, അതാ വാങ്ങിയത്. ഓ, ആരാ ഈ അവള്? പിണങ്ങല്ല പൊന്നെ. ഞാൻ റോഡിലൂടെ വരുമ്പോ റോഡിൽ ചെളി കിടക്കുന്നത് ഞാൻ കണ്ടില്ല. അത് തെറിച്ച് വഴിയിൽ പോയൊരു പെണ്ണിന്റെ ദേഹത്ത് വീണു. എന്റെ കഷ്ടകാലത്തിന് ഞാൻ കാറിൽ നിന്നിറങ്ങി അവളോടൊരു സോറി പറഞ്ഞു. അവളൊരു വഴക്കാളിയായിരുന്നു. എന്റെ നേരെ അങ്ങ് തിരിഞ്ഞു. അവൾക്കപ്പോ ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ. അവളെവിടെയോ ഇന്റർവ്യൂവിന് പോവാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കാറിലോട്ട് കയറാൻ പറഞ്ഞു. അവള് കേറില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അവള് കൂളായിട്ട് ഫ്രണ്ട് സീറ്റിൽ തന്നെ അങ്ങ് കയറിയിരുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ ഒരു കടയിൽ കയറിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. എന്താ ഞാൻ ചെയ്തത് തെറ്റായി പോയോ? ഇല്ല, നല്ല ഡിസിഷൻ. ഇന്നൊരു കാര്യം ചെയ്, ഇതും കൂടെ അവൾക്ക് കൊണ്ടേ കൊടുക്ക. ഡ്രസ്സ് കൊടുത്തിട്ടേ അവൾക്കും അരിമണി കൊടുത്ത് കാണുമല്ലോ. അരിമല്ല ഐ ലവ് യു എന്ന് എഴുതി കൊടുത്ത് കാണുമല്ലോ. എനിക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലായി. കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കണ്ടാലേ എങ്ങനെയെങ്കിലും അവളുമാരെ വളച്ചെടുക്കാൻ നോക്കുന്ന ടെക്നിക്കേ അതെ എന്നോട് നടക്കത്തില്ല. നമ്മൾ തമ്മിൽ ശരിയാവത്തില്ല. ഗുഡ് ബൈ. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. ഗോപിക,
അവനെവിടെ കുട്ടൻ? അവന് വേണ്ടി പ്രത്യേക പൂജ നടത്തിയിട്ട് വരുവാ. എവിടെ അവൻ? കിടക്കുകയാണോ? ഇല്ലമ്മേ, അവനിവിടെ ഇല്ല. വൈദ്യമഠത്തിൽ അവനെ ഇന്ന് കൊണ്ടുപോയപ്പോ സ്വാമിയച്ഛൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. ഇവിടെ വെച്ച് നമ്മൾ അവന്റെ മരുന്ന് ഏതോ മാറ്റിക്കൊടുത്തെന്ന്. ഈശ്വര, അവനാകെ വയലന്റായി അവിടെ എന്തൊക്കെയോ നശിപ്പിച്ചെന്നോ സ്റ്റാഫിനെ ഉപദ്രവിച്ചെന്നോ ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് അവനെ അവിടെ താമസിപ്പിച്ച് തന്നെ ചികിത്സിക്കുക. അയ്യോ, അതെങ്ങനെ ശരിയാവുക? ഞാൻ ദേവിക്ക് നേർന്ന വൈരക്കല്ല് മാല ദേവിക്ക് സമർപ്പിക്കുമ്പോ അവനും കൂടി വേണ്ടേ? മാലയും കൊണ്ട് ആളിപ്പോ എത്തും. നാളെയാ കാണിക്ക സമർപ്പണം. കുട്ടൻ അഡ്മിറ്റ് ആണെങ്കിൽ നാളെ എങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റും?